ജോണേട്ട, ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒരു സംഭവം ഇന്നലെ കേരളത്തിലുണ്ടായി. ഇടുക്കിയിലാണ്. ഇസ്രായേലി സ്വദേശികളെ ഒരു കടയിൽ നിന്നും അപമാനിച്ചിറക്കി വിട്ടിട്ടുണ്ട് കുമളിയിൽ. അവർ ടൂറിസവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. എന്തു തോന്നുന്നു? നാം ഇങ്ങനെ നിരന്തരം ഹമാസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുകയാണ്. ഇടയ്ക്ക് ഈ ഹമാസ് ആരാധകരും ചില മതവിശ്വാസികളെല്ലാം ഈ ഹമാസിലെ നേതാക്കളുടെ ചില ചിത്രങ്ങളെല്ലാം ഈ റോഡിലെല്ലാം അടിച്ചു വയ്ക്കുന്ന റോഡിൻ്റെ സമീപമെല്ലാം അടിച്ചു വയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടിരിക്കും. ഇപ്പോൾ അതിനെ കടത്തി വെട്ടിയാണ് ലോകം മുഴുവനും അറിയുന്ന ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഈ ഇസ്രായേൽ പൗരന്മാർ തേക്കടി സന്ദർശിക്കാനെത്തുന്നു. ഇപ്പോൾ അവിടെ ഒരു കടയിൽ കയറി കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയാണ്. കടയിലുള്ള ആളുകൾ ഈ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവരോട് കുശലം ചോദിക്കാറുണ്ട്. കാരണം കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതിന് വേണ്ടി അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ച കൂട്ടത്തിലാണ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നത്. പല രാജ്യത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും അതുപോലെ ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും അവിടെ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. തേക്കടി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ്. അപ്പോഴാണ് അവർ പറയുന്നത് ഇസ്രായേലിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നു. ഇസ്രായേലിൽ നിന്ന് വന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവർ ക്ഷുഭിതരാകുന്നു, ദേഷ്യപ്പെടുന്നു, ഇവരെ പുറത്താക്കുന്നു. കടക്ക് പുറത്ത് എന്ന് പറയുകയാണ്. ഈ ബഹളം അല്ലെങ്കിൽ അപ്പോൾ ഇവർ ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ഇസ്രായേലിൽ നിന്ന് വന്ന ആളുകൾ ഇറങ്ങാൻ തയ്യാറാകുന്നു. അവർ നമ്മുടെ അതിഥികളാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും ടൂറിസത്തിന് നമ്മൾ കോടികൾ മുടക്കി അവരെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വെച്ച് പുറത്താക്കുകയാണ്. അതെ, ഇത് ചെയ്തത് കാശ്മീരിലുള്ള കച്ചവടക്കാരാണ്. അവരുടെ കരകൗശല കടയിലാണ് കയറിയത്. ഈ കാശ്മീരിൽ നിന്നുള്ള കച്ചവടക്കാർ കേരളത്തിൻ്റെ പല ടൂറിസം കോവളത്ത് ചെന്നാൽ നമുക്ക് അവിടെ കാണാം. അങ്ങനെ പ്രധാനപ്പെട്ട ടൂറിസം സെൻ്ററുകളിലെല്ലാം ഇവർ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളുണ്ട്. അല്ല, അതായത് ബംഗാളികളെ പോലെ ബംഗ്ലാദേശികൾ എറണാകുളത്തിലോ ഉണ്ടല്ലോ, അതേപോലെ ഒറിജിനൽ കാശ്മീരിയാണോ? കാര്യം ഇവർ ഈ യഥാർത്ഥ പ്രകോപനം എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അവർക്ക് ഹമാസിനെയോ ഹിസ്ബുള്ളയോ ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാകാം. അപ്പോൾ നേരെ എതിരാളിയാണല്ലോ ഇസ്രായേൽക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേഷ്യം അവരോട് പ്രകടിപ്പിച്ചാണ്. അവർ ഇംഗ്ലീഷിൽ തർക്കിക്കുന്നത് കേട്ടിട്ടാണ് ഈ മറ്റ് കച്ചവടക്കാർ ഓടിക്കൂടുന്നത്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇത് വൈറലായി പോകുന്ന ഒരു സംഭവം. അവിടെ CCTV ആണോ അതോ ഈ യാത്രക്കാർ ഷൂട്ട് ചെയ്തതാണോ? യാത്രക്കാർ ഷൂട്ട് ചെയ്ത് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നാണക്കേടാവുന്ന ഒന്നായി മാറിയാണ്. എന്തായാലും സമയോചിതമായി കച്ചവടക്കാർ ഇടപെട്ടതുകൊണ്ട് അവർ വന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് നാണക്കേടാണ്, ഇവിടെ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവർ അത് നിർത്തിയത്. അല്ലെങ്കിൽ ഇവർ അവിടെ ബഹളം ഉണ്ടാക്കിയതിന് പിന്നെ ഇവർക്കെതിരെ ഇപ്പം ഒരു അന്വേഷണം വരുന്നുണ്ട്. ഈ കടയുടമകളുടെ പശ്ചാത്തലം ഏത് തരത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കുക. എന്തുകൊണ്ടാണ് ഇവർ ഈ ഇസ്രായേലി പൗരന്മാരോട് ഇത്തരത്തിൽ പെരുമാറിയത്, അവരെ ആക്ഷേപിച്ചത്, അവരെ പുറത്താക്കാൻ ശ്രമിച്ചത്? കാരണം നമ്മുടെ രാജ്യത്ത് വരുന്ന വിദേശികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിയമം അറിയാമല്ലോ. അവരെ യാതൊരു തരത്തിലും നമുക്ക് അത്തരത്തിൽ അവരോട് പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറിയാൽ കേസെടുക്കും. ഇവിടെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളാണ്. കോവിഡിന് ശേഷം ടൂറിസം മേഖല ഒന്നാകെ തകർന്നു കിടക്കുന്ന ഒരു സമയത്ത് വീണ്ടും ആളുകൾ വന്നു തുടങ്ങുമ്പോൾ അവരെ വളരെ ഹൃദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക്, അത് മാത്രമല്ല ഇസ്രായേൽ പൗരന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് കേരളവുമായി അടുത്ത ബന്ധമുണ്ട്. എത്രയോ വർഷക്കാലം കൊച്ചിയിൽ എത്രയോ വർഷം നമ്മൾ അഭയം കൊടുത്ത് അവർ കൊച്ചിയിൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരാളോ മറ്റോ ഉള്ളൂ അവിടെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരിച്ചും അങ്ങനെയാണല്ലോ കേട്ടോ. ഈ ഇസ്രായേലിലെ മലയാളികൾ വലിയ രീതിയിലുണ്ട്. ഇന്ത്യയോട് അവർക്ക് വലിയ സ്നേഹമാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. അവർക്ക് പരിചയമുണ്ട് അങ്ങനെ ആരെങ്കിലും ഇസ്രായേൽക്കാരെ നമുക്ക് പരിചയമില്ല. അല്ല, കേരളത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ഉണ്ട്. അവരിടയ്ക്ക് നമ്മളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് വീഡിയോ കോളൊക്കെ ചെയ്യും. ഈ നമ്മൾ ഏറ്റവും വലിയ രസം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് അവിടെ ഈ അമ്മമാരെയൊക്കെ നോക്കാനായിട്ട് ആണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ചെന്ന് കഴിയുമ്പോൾ ഭാഷ പഠിക്കണം, ഇസ്രായേലി ഭാഷ പഠിക്കണം. ഈ പുള്ളിക്കാരത്തി അവിടെ ചെന്നിട്ട് മലയാളം അവരെ പഠിപ്പിച്ചു. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞിട്ട് ഈ അമ്മച്ചി ഇവിടുത്തെ അമ്മച്ചി മലയാളം പറയും എന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ കാണിച്ചത്. അപ്പോൾ അവർ മലയാളത്തിലാണ് സംസാരിക്കുന്നത് രണ്ടുപേരും. അപ്പം ഈ നോക്കൂ, ഇസ്രായേലിൽ ഇരിക്കുന്ന ഒരു 10-50 വയസ്സ് കാണുമായിരിക്കും. ഇസ്രായേലുകാർക്ക് കേരളത്തോട് പ്രത്യേക താല്പര്യമുണ്ട്. കാരണം പണ്ട് കൊച്ചി അവരുടെ
അവർക്ക് താമസിക്കാൻ പണ്ട് ആ സമൂഹത്തെ വേട്ടയാടിയപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അഭയം കൊടുത്തു. അവർ വലിയ രീതിയിൽ കൊച്ചിയിൽ വന്ന് തിങ്ങിപ്പാർത്തു. അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ട്. അപ്പോൾ ഇവർ ഇറക്കി വിട്ടു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അങ്ങനെ നമ്മുടെ രാജ്യത്ത് വരുന്ന ആളുകളെ ഇറക്കി വിടാൻ പാടില്ല. അങ്ങനെ ഇത് ലോകമെങ്ങും ഈ വാർത്ത വ്യാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയ നാണക്കേടായി നമുക്ക് മാറിയേനെ നമ്മുടെ രാജ്യം. ഇത് അറിഞ്ഞാൽ ചിലപ്പോൾ ഇസ്രായേൽ എംബസി ഇടപെടും. ആ തരത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അവിടുത്തെ നമ്മുടെ ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ ഇടപെട്ട് ആ വിഷയത്തെ അതിൻ്റെ ഗൗരവം ഒരുപക്ഷെ ഈ കാശ്മീരിൽ നിന്ന് വന്ന ആളുകൾക്ക്, കച്ചവടക്കാരാണല്ലോ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ നമ്മുടെ ആളുകൾ അതിനെ സംസാരിച്ചു. എന്തായാലും ഈ കടയുടമകളുടെ പശ്ചാത്തലം, ഇവരുടെ എല്ലാം പശ്ചാത്തലം പരിശോധിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന ആളുകൾ, ഇവരൊക്കെ ആരാണ്, ഇവരെവിടെ നിന്നാണ് വരുന്നത്, ഇവരുടെ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരെന്തിനിവിടെ വന്നു, ഈ കച്ചവടം ചെയ്യാൻ തന്നെയാണോ ഇവർ വന്നിട്ടുള്ളത്? കേരള സർക്കാരിൻ്റെ വീഴ്ച അതിലുണ്ടല്ലോ. ഈ ബംഗാളിൽ നിന്ന് ഉൾപ്പെടെ വരുന്നവരെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങൾ കേരള സർക്കാരിന്റെ ഭാഗത്തില്ല. അത് വലിയ വീഴ്ചയാണല്ലോ. അത് കൃത്യമായ എത്രയോ ലക്ഷം ആളുകളാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ. ഇവിടെ നമ്മൾ ഒരു അവധി കിട്ടുന്ന ദിവസം, ഒരു ഞായറാഴ്ച ദിവസം, ഇപ്പോൾ എറണാകുളം ഒഴിച്ച് ബാക്കി, ഇപ്പോൾ എറണാകുളമാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയാം. അത് എല്ലാ ദിവസവും അവിടെ ആളുകളുണ്ട്. അല്ലെങ്കിൽ തന്നെ ബംഗാളികൾ ഒരു ദിവസം ഇവിടെ നിന്ന് പണി മുടക്കിയാൽ ഇവിടുത്തെ എല്ലാം നിശ്ചലമാകും. ചില ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം ആളോ, കാരണം പണിയെടുക്കാൻ ആളില്ല, അവന്മാർ നാട്ടിൽ പോയി എന്ന് പറയും. അപ്പോൾ ഇവർ ഈ വന്നു കഴിഞ്ഞിട്ട് ഇവർ കൃത്യമായ ഇവരെവിടെ നിന്നാണ് വന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു സംവിധാനം ഒന്നും ഇപ്പോഴും അവരെ കയ്യിലെന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോഴും സർക്കാരിന് കൃത്യമായ വ്യാജരേഖ ഉണ്ടാക്കി എത്രയോ ആളുകൾ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം ID കാർഡും ആധാറും ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് ഇവിടെ വന്നിട്ട് ആധാർ ഉണ്ടാക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പശ്ചിമ ബംഗാൾ, ഈ ബംഗാളികളെന്ന് നമ്മൾ പറയുന്നെങ്കിലും ബംഗാളിൽ നിന്ന് മാത്രമല്ലല്ലോ ഇവർ വരുന്നത്. ആസാമിൽ നിന്ന് വരുന്നുണ്ട്, പല സ്റ്റേറ്റ്, ബീഹാറിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, ഒഡീഷയിൽ നിന്ന് വരുന്ന, ജാർഖണ്ഡ്. നമ്മൾ ഈ ട്രെയിനിൽ കയറുമ്പോൾ അവരുടെ സാമ്രാജ്യമാണ്, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സാമ്രാജ്യം. മലയാളികൾക്ക് വലിയ രീതിയിൽ തലവേദനയായി മാറുന്നു. വലിയ ദീർഘദൂര ട്രെയിനുകളൊക്കെ കയറി കഴിയുമ്പോൾ അവിടെയാണ് ഇവരുടെ യഥാർത്ഥ മുഖം. നമുക്ക് ഇവിടെ നമ്മൾ സെറ്റാ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമെങ്കിലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ മാത്രമേ ഉള്ളൂ. നമ്മൾ മലയാളികൾ കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. പിന്നെ അവരുടെ സാമ്രാജ്യമാണ്. അവർ ഇരിക്കാൻ സീറ്റ് പോലും നമുക്ക് തരത്തില്ല. സീറ്റ് ഉണ്ടെങ്കിൽ പോലും, കാരണം അവരുടെ ലോകമാണ് അവർ പോകുന്ന. അപ്പോൾ ഈ ബംഗാളിൽ നിന്നൊക്കെ, ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അവിടെ വലിയ ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് നദി കടന്ന് ഇപ്പുറത്ത് ചാടി അതിർത്തി വഴി നേരത്തെ വരുമായിരുന്നു. നേരെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കൽക്കട്ടയിലെത്തിയിട്ട് കേരളം വരും. ഏറ്റവും സുരക്ഷിതമായി ഒരു 7-8 കേസിലെ പ്രതിയായിരിക്കും. അവന് ഒളിവിൽ ഇവിടെ വന്ന് ഏതെങ്കിലും ഹോട്ടലിലോ ബേക്കറിയിലോ അല്ലെങ്കിൽ ജ്യൂസ് കടയിലോ അവിടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാനോ, നമ്മൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ആലോചിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, ഒരു ബിസിനസ് ഇടണം. കുഴപ്പമില്ല, നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് കുഴപ്പമില്ല, കടയിൽ നിൽക്കാനുള്ള ബംഗാളിയെ ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം, മലയാളിയല്ല ബംഗാളി ഏർപ്പാട് ചെയ്ത് തരാം എന്ന് പറയാം. അപ്പോൾ ആ തരത്തിൽ നമുക്കതിനെ അതുമായിട്ട് സമരസപ്പെട്ടു പോവുക എന്നുള്ളതേ ഉള്ളൂ. അവരില്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ന് മലയാളികൾക്ക്. അപ്പോൾ പക്ഷേ ഇവിടെ ഈ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് വിവരം ലഭിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. ഇവിടെ തന്നെ ഈ കാശ്മീർ നമ്മുടെ അതിഥികളായിട്ട് വന്ന ആളുകളാണ്. അവർക്കെതിരെ പറയാനോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഇറങ്ങി പോകുമെന്ന് പറയാനോ ഒന്നും അവർക്ക് അധികാരമില്ല. അല്ല, അവർ ചെയ്താലും നമ്മുടെ മലയാളികളുടെ പേരിലാണ് അത് വരുന്നത്. കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയുള്ളൂ. അപ്പം നമ്മളെ ഒന്നാകെ ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ വലിയ രീതിയിൽ ടൂറിസത്തെ ബാധിക്കുകയും തീർച്ചയായും ഇത് അതാ ഞാൻ പറഞ്ഞത്. അത് ഈ ആളുകൾ വന്നിട്ട് അവരുടെ രാജ്യത്തെ അംബാസഡർമാരായിട്ടാണ്, അനൗദ്യോഗിക അംബാസഡർമാരാണ് ഈ സഞ്ചാരികളെന്ന് പറയുന്നത്. അവർ ചെന്നിട്ട് അവിടെ പറയും ഇങ്ങനെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അവർ ഈ കാണുന്ന ആളുകളാണല്ലോ അവിടെ ചെന്നിട്ട്. ഇപ്പോൾ പിന്നെ വലിയ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അവർക്ക് തന്നെ ഇത് പറയാൻ പറ്റും, ലോകമെങ്ങും കാണിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടിട്ട് കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, കച്ചവടം. അതിപ്പോൾ അവർക്കറിയില്ലല്ലോ ഇത് കാശ്മീരിയാണോ മലയാളിയാണോ എന്നുള്ളത്. ഈ വരുന്ന ആളുകൾക്ക് അറിയില്ല. അവർ കേരളത്തിൽ വരികയാണ്, തേക്കടി എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ മലയാളിയാണ് ഇത് ചെയ്തത് എന്നാണ് അവർ ധരിക്കുക. ഇത് കാശ്മീരി ഉള്ള ആളാണോ അല്ലെങ്കിൽ ബംഗാളിലുള്ള ആളാണോ എന്നുള്ളത് അവർ മനസ്സിലാക്കണമെന്നില്ല. ഈ കാശ്മീരിലുള്ള ആളുകളുടെ പ്രശ്നം ഇത് തന്നെയാണ്. അത് ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു തരം
വെറുപ്പും ശത്രുതാ മനോഭാവമാണ് അതിനകത്ത്. അത് തീവ്ര മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് ഇപ്പോൾ പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ്, ഹിസ്ബുള്ളയോടുള്ള ആരാധന മൂത്ത് വന്നിരിക്കുന്ന ആ കച്ചവടം ചെയ്യുന്നവർ രണ്ട് ഇസ്രായേലുകാരെ അങ്ങനെ അപമാനിക്കണമെങ്കിൽ അവർക്ക് തീവ്ര സ്വഭാവം അല്ലെങ്കിൽ മനോഭാവമുള്ള ആളുകളാണ്. ഇവരെ കൃത്യമായിട്ട് എന്തായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും.